മാസ്റ്റർപീസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുളിയച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ നൊസ്റ്റാൾജിയൻ ഐറ്റംസ് ആണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച സമയത്ത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വാങ്ങി കഴിച്ച സംഭവമാണ് കറുത്തിട്ടൊരു പുളിയച്ചാർ. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് മധുരം ഉണ്ടാവും, പുളിയുണ്ടാവും, അതുപോലെ തന്നെ എരിവ് ഉപ്പൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം 50 പൈസയൊക്കെ ആയിരുന്നു അന്നത്തെ വില. അപ്പോൾ കറുത്തിട്ടുള്ള സംഭവമാണ്. പക്ഷേ ആ ടൈപ്പ് പുളി ഇവിടെ വാങ്ങാൻ കിട്ടില്ല. അത് എന്ത് ടൈപ്പ് പുളിയാണെന്നല്ല എനിക്കറിയില്ല കേട്ടോ. ഒരു ഉരുണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റൗണ്ടായിരുന്നു അതിൻ്റെ കുരുകളെല്ലാം. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും നമുക്കിവിടെ കിട്ടുന്ന പുളി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. മാസ്റ്റർപീസ് വ്ളോഗ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് വീഡിയോസൊക്കെ നിങ്ങൾക്കായിട്ട് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിച്ച് തരുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, എങ്ങനെ പുളിയച്ചാർ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ പുളിങ്ങയുടെ കാലത്താണുള്ളത്, പുളിങ്ങ സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ പുളിങ്ങ തന്നെയാണ് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള പുളിങ്ങ എടുക്കുക. ഇതൊരു 5-6 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പ് പുളിങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള പുളിങ്ങ എടുക്കുക. അതിനുശേഷം ശർക്കര വേണം. ശർക്കര 1 അല്ല 2 എണ്ണം ആവശ്യമുണ്ട്. ഇതേപോലെയുള്ള ശർക്കര എടുക്കുക. അതുപോലെ തന്നെ മുളക് വേണം. 1 ടീസ്പൂൺ മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണ്. ഇതിൻ്റെ കറക്റ്റ് അളവ് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പുളിങ്ങ എടുത്തതിന് ശേഷം അതിനുള്ള കുരു എല്ലാം ഒഴിവാക്കുന്നുണ്ട്. കുരു ഇട്ടിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുരു ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുരു മുഴുവനായിട്ട് കളഞ്ഞെടുക്കാം. കണ്ടോ, കുരു കളഞ്ഞെടുത്തു. ഇപ്പോൾ ഒരു 1/2 കപ്പോളം ഏകദേശം പുളിങ്ങ നമ്മളുടെ കയ്യിലുണ്ട്. ഈ പുളിങ്ങ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നാലേ ഇതൊന്ന് കറക്റ്റായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് നല്ല ചൂടുവെള്ളം 10 മിനിറ്റ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞു. സംഭവം ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ പാകം ചെയ്തെടുക്കാം. എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. ഇതേപോലെയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. 2 ശർക്കരയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2 ശർക്കര ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ എടുത്ത പുളിയുടെ അതേ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ ശർക്കര എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചൊക്കെ മാറ്റാവുന്നതാണ്. എന്തായാലും പുളി കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കണം. മധുരം കുറച്ച് ബാക്കോട്ടാണ് നിൽക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ ഉണ്ടാക്കുക. അപ്പോൾ ശർക്കരപ്പാനി ഇതേപോലെ റെഡിയായി കഴിഞ്ഞു. അത് നമുക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും ഇതേപോലെയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പുളി ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ച ആ പുളിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. കുറച്ച് ഉപ്പും മുന്നോട്ട് നിൽക്കണം. അതുപോലെ തന്നെ എരിവും വേണം കേട്ടോ. അപ്പോൾ ഇതേപോലെ 1 ടീസ്പൂൺ മുളകും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യണം. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു അരിപ്പ ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇതിൽ ചണ്ടി ഉണ്ടാവും, അത് ഒഴിവാക്കാനാണ്. അപ്പോൾ അരിപ്പ ഉപയോഗിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതേപോലെ മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ വറ്റി വരുന്നതാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ പാനിൽ നിന്നും ഇങ്ങനെ വിട്ട് പോരുന്ന ഈ ഒരു സമയം കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതിൽ നിന്നും വിട്ട് പോരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്ക് ചൂടാറാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. അപ്പോഴും കുറച്ചൊന്ന് പറ്റുന്ന കേട്ടോ. ഓക്കെ, അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ പുളിയച്ചാർ റെഡിയായി കഴിഞ്ഞ് നമ്മുടെ നൊസ്റ്റാൾജിയം ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുളി ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ചെറുപ്പകാലത്തൊക്കെ കിട്ടിയിരുന്ന ആ പുളിയിൽ എന്ത് ടൈപ്പ് പുളിയാണ് അത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റിലായിട്ട് അറിയിക്കാം. ഒരു ബോൾ പോലെ രൂപത്തിലായിരുന്നു അതിൻ്റെ കുരു ഉണ്ടായിരുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു അടയാളം. വേറെ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല. പിന്നെ കറുത്തിട്ടായിരുന്നു. അത്ര കളർ എന്തായാലും കിട്ടൂല. അതുകൊണ്ട് തന്നെ കളറിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഇതിൻ്റെ കാണാനും ഭംഗിയും നല്ല ടേസ്റ്റും ഉണ്ടാവുന്ന ാണിത്. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പുളിയച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെ കറുത്തൊരു കളറൊക്കെ തന്നെയാണ്. ഒരു 90% ആ കളറായിട്ടുള്ളൂ. ഇനി രുചിച്ച് നോക്കണം. എരിവുണ്ടോ, ഉപ്പുണ്ടോ, അതുപോലെ തന്നെ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കണം. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കിഡിലൻ സാധനമാണ് സംഭവം. ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഇങ്ങോട്ട് വന്നിട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൽ എരിവുണ്ട്, ഉപ്പുണ്ട്, അതുപോലെ തന്നെ പുളിയുണ്ട്.
ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫീൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പുളി അല്ലാത്ത കാരണത്താൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നില്ലെങ്കിലും ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സംഭവം കിട്ടില്ല സാധനമാണ്. ആ ഒരു പഴയ നൊസ്റ്റാൾജിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റിലായിട്ട് അറിയിക്കുക. അതുപോലുള്ള നൊസ്റ്റാൾജിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇറക്കി തരുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാസ്റ്റർ പീസ് വ്ളോഗ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം.